ഗാഗുൽത്തായിലെ അതുല്യ ശില്പമേ, നമിക്കുന്നു നിന്നെ സ്തുതിക്കുന്നു. നിൻ മനോഹര ലാവണ്യമൊഴികളിൽ നീ നരർക്കേകിയ നന്മകളും മായുകില്ല, മറയുകില്ല. വാനവും ഭൂമിയും മാറിടിലും ഗാഗുൽത്തായിലെ അതുല്യ ശില്പമേ, നമിക്കുന്നു നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 68 സങ്കീർത്തനം അതിൻ്റെ 29 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യെരുശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളി വാളങ്ങളോടുകൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാക്കളെയും ശാസിക്കണമേ. യുദ്ധ തൽപരന്മാരായ ജാതികളെ ചിതറിക്കണമേ. മിസ്രൈമിൽ നിന്ന് മഹത്തുക്കൾ വരും. കൂശു വേഗത്തിൽ തൻ്റെ കൈകളെ ദൈവത്തെങ്കിലേക്ക് നീട്ടും. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവിൻ, കർത്താവിന് കീർത്തനം ചെയ്യുവിൻ. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ. ഇതാ അവൻ തൻ്റെ ശബ്ദത്തെ, ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ദൈവത്തിന് പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെരുശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. glory സ്തോത്രം. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഹല്ലേലൂയ. ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ദൈവമക്കളെ. ദൈവാലയത്തിൽ വെറും കൈയോടെ വരരുതെന്ന് ദൈവവചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ സ്തോത്രം. ദൈവാലയത്തിൽ യെരുശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരുമെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ആമേ സ്തോത്രം. അങ്ങനെ കർത്താവ് വസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സന്നിധിയിൽ വിശ്വാസത്തോടെ ഭയഭക്തിയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ട എല്ലാ നന്മകളും കൊണ്ട് വിശുദ്ധ സന്നിധി ചെല്ലുവാൻ കർത്താവ് വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വവും പുകഴ്ചയും എൻ്റെ കർത്താവ് അങ്ങെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലേക്ക് രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരുമെന്ന് വചനം കേൾക്കുമ്പോൾ കർത്താവേ, വിശുദ്ധ മന്ദിരത്തിൽ ശബത്ത് ദിവസത്തിൽ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളിൽ വയ്ക്കുന്നപ്പാ. ഹല്ലേലൂയ സ്തോത്രം. ക്രൈസ്തവ ലോകത്ത് വിശ്വാസത്തോടെ ഭയഭക്തിയോടുകൂടി കർത്താവെ ദൈവാലയങ്ങളിലെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മുഖപക്ഷമില്ലാത്ത കർത്താവിൻ്റെ നാമത്തിലടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവാലയത്തിൽ ചെല്ലേണ്ട പോലെ ചെല്ലുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ പ്രസാദിപ്പിക്കുന്ന കാഴ്ച വയ്ക്കുവാൻ പിതാവേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിർമ്മലമായ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ അതിശയമായ മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ അത്ഭുതകരമായ ദൈവം പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.